ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വയറിംഗ് വർക്കിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റ് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അവിടെ വീട്ടിൽ അവർ വിളിച്ച് നമ്മളോട് കംപ്ലൈൻറ്റ് പറഞ്ഞത് അവരെ ഫ്രിഡ്ജുമ്മൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ഷോക്ക് അടിക്കുന്നുണ്ട്, അതുപോലെ വീടിൻ്റെ ചുമരുമ്മൽ ഗ്രില്ല് ഇതുപോലെ അതിന്മേലൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ഷോക്ക് ഏൽക്കുകയാണെന്നുള്ളത് പറഞ്ഞ സമയത്ത് നമ്മൾ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയത് ഇവിടെ എർത്തിന് കറണ്ട് ലീക്കായി പോണതാണ്. ആ മെയിൻ എർത്തിൻ്റെ അതിന്മേൽ നമ്മൾ ടെസ്റ്റർ വെച്ചിട്ടുണ്ടല്ലോ കത്തിന്, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മളിത് കാണിക്കണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റാഡ് കത്തിയതാണ് ഇതിൻ്റെ പ്രശ്നം വന്നത്. മെഷീനകത്തുള്ള റാഡ് നമ്മൾ താത്തനും പൊന്തിച്ചിരുന്നതാണ് ലിവർ അത്. അപ്പോൾ തമ്മിൽ ഫേസ് ന്യൂട്രലും ജോയിൻ്റ് ആവുന്നതാണ് അതിൻ്റെ കോണ്ടാക്ട്. ആ കോണ്ടാക്റ്റിൻ്റെ ഇതിൽ കൂട്ടി പോകുന്നത് റാഡ് കത്തിയിട്ട് ആ റാഡ് നമുക്ക് കറണ്ട് പാസ് ചെയ്തിട്ട് പുറത്ത് എർത്ത് കോപ്പറിന് ഇറങ്ങിയിട്ട് പിന്നെ കോപ്പർ ചുമരുമൂടയിൽ അടിക്കുക, അതിന് പുറത്തേക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കാണുന്നത്. അതിന് അപ്പം വയറ് കത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലഗിൽ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇതിന് എർത്ത് കൊടുക്കുക. അപ്പോൾ ആ എർത്തുമ്മക്ക് ഇത് പാസ് ചെയ്യുന്നതുകൊണ്ട് ടെസ്റ്റർ വെച്ചിട്ടുണ്ടല്ലോ കത്തിന്, ആ ഇതിലൊരിക്കലും ടെസ്റ്റർ വെച്ചാൽ കത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ എർത്തിന് കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ടെസ്റ്റർ വെച്ചിട്ട് കത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പ്രശ്നം വന്നപ്പോൾ നമ്മൾ കണ്ടില്ല, അവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ പാസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ സ്വിച്ച് ബോർഡിനകത്ത് നോക്കുമ്പോഴും ഇതേ പ്രശ്നം കാണുന്നുണ്ട്. ഇതിൻ്റെ പവർ പ്ലഗിലും പിന്നെ സാധാ പ്ലഗിലും എല്ലാത്തിനും ഇതേമാതിരി കറണ്ട് ഇത് പുറത്തേക്ക് ഇതായി പോകണ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒന്ന് മെയിനായിട്ട് നമുക്ക് വലിയ അപകടം ഷോക്ക് ഏൽക്കും, അങ്ങനെയല്ല ഒന്ന് അങ്ങനെ പ്രശ്നം വരും. രണ്ട്, ഇതിന് കറണ്ട് എർത്തായി ഭൂമിക്ക് ഇറങ്ങി പോകുന്നതുകൊണ്ട് കറണ്ട് ബില്ല് കൂടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതിപ്പോൾ നമ്മൾ ബ്രേക്കർ ബോർഡുമേ കണ്ടില്ലേ, ഒരു സ്ക്രൂ ഏരിയമൊക്കെ കറണ്ട് പാസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ടെസ്റ്റർ ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇലക്ട്രീഷ്യന്മാരെ വിളിച്ചിട്ട് തന്നെ കംപ്ലൈൻറ്റ് നിൽക്കുന്നാൽ നമുക്കൊന്ന് അറിയാം ഇതുകൊണ്ടാണ് വന്നത്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കങ്ങ് കുടിക്കാനൊന്നും പോകണ്ട. ടെസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു വീട്ടിൽ എപ്പോഴും നമ്മൾ ടെസ്റ്ററൊക്കെ വാങ്ങിക്കണം, നല്ലതാണ്. ഇവിടെ എർത്തുമ്മക്ക് കറണ്ട് പാസ് ചെയ്ത് പോവുകയാണ്, മെയിൻ എർത്തുമ്മക്ക് കറണ്ട് പാസ് ചെയ്ത് പോകണ ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന്മേലൊക്കെ നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് അതിനൊക്കെ പോയി കുടിച്ചാലേ വലിയ അപകടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് ജസ്റ്റ് അങ്ങനത്തെ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ഇത് വേറെയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഇത് കത്തിന് ഒപ്പം പിന്നെ വയറ് വേറെ കത്തിയിട്ടുണ്ട്. അതങ്ങനെ കത്തി നിൽക്കുകയാണെങ്കിൽ കുറച്ചങ്ങനെ നല്ലോണം കത്തും. ഇവിടെ ഇതിൻ്റെ വയറിൻ്റെ നിലപാടില്ല പൊരിന് അതാ ലൂസാണ് ഇവിടെ ഇതിന് കത്താൻ കാരണം. ഇതിൻ്റെ സ്ക്രൂ ടൈറ്റാക്കി നിൽക്കുകയാണ്, അതങ്ങോട്ടും ഇങ്ങോട്ട് ലൂസാകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഈ റാഡിനകത്തുള്ള പുറത്ത് അതിന് കവർ ചെയ്യുന്നത് കത്തിപ്പോയാൽ ഇരുമ്പുമ്മക്ക് പാസ് ചെയ്യും. ഇരുമ്പുമ്മക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് കറണ്ട് ലീക്കായി വരും. അതാണ് മെയിൻ സ്വിച്ചിൽ വരുന്ന പ്രശ്നം. നമ്മൾ കുറേ സ്ഥലത്ത് എല്ലാവരും ഇലക്ട്രീഷ്യന്മാരൊക്കെ ഐസൊലേറ്റർ, കുബിക്കൽ മെയിൻ സ്വിച്ച് ഇങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ വെക്കൽ. ഇപ്പോൾ ഈ മെയിൻ സ്വിച്ച് പറയാൻ നമ്മൾ ഒഴിവാക്കലാണ്. നമ്മൾ പഴയ ഇതിൽ ചെയ്തിരുന്നത് ഇതാണ്, കാരണം ഇങ്ങനത്തെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കണത്. ഇപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസൊലേറ്റർ അല്ലെങ്കിൽ ക്യൂബിക്കൽ മെയിൻ സ്വിച്ച് പറഞ്ഞ ഇതുണ്ട് തിരിക്കണത്, അതൊക്കെ വെക്കലാണ്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. മെയിനായിട്ട് തന്നെ നമുക്ക് ഷോക്ക് എടുക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. അതാണ് അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടെസ്റ്ററൊക്കെ വെച്ചിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.